ആനയുടെ മനസ്സ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പഠിക്കുന്ന ഒരു കാര്യമാണ് കരയിലെ ഏറ്റവും വലിയ ജീവി ആന എന്ന് കുഞ്ഞുനാളിൽ തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അത്ര വലിയൊരു ജീവിയാണ് അല്ലേ? നമുക്ക് കാണാൻ കൗതുകമുള്ള ഒരു ജീവിയും കൂടാണ്. പക്ഷെ ആ ആനയ്ക്ക് കണ്ണ് എത്ര വലുതാണോ? എത്ര വലുതാണോ? അല്ല, കണ്ണെപ്പോഴും ചെറുതാണ്. ആനയുടെ കണ്ണ് ചെറുതാണ്. എന്തുകൊണ്ടാണ് അത്രയും വലിയ ശരീരത്തിൽ ചെറിയൊരു കണ്ണ് കൊടുത്തിരിക്കുന്നത്? ചിലർ പറയും അതുപോലെ തന്നെ കണ്ണിന് പുറകിലായിട്ട് ചെവി, ചെറിയ ചെവിയോ വലിയ ചെവിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്ന കേൾക്കാം? അതായത് ആനയ്ക്ക് തൻ്റെ വലിപ്പം ഇങ്ങനെ അറിയാൻ പാടില്ല. ആന തൻ്റെ വലിപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആനയ്ക്ക് ഞാൻ വലിയ ആളാന്നുള്ള ഭാവം ഉണ്ടാകും, നാശങ്ങളുണ്ടാക്കും എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. അതെന്തോ അറിയില്ല. പിന്നൊരു കാര്യമുണ്ട്, ഞാൻ ചിന്തിക്കുന്ന വേറൊരു രീതിയും കൂടെ ഉണ്ട്. അതായത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേക ശരീരഘടനയുണ്ട്. അത് എന്തിനാണ് അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയിലെ മറ്റ് കാര്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ കഴിയുകയില്ല. ഒന്നുകിൽ കാലാവസ്ഥ, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാം, നമ്മുടെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഒരുപക്ഷെ ആ ജീവജാലങ്ങൾക്ക് കഴിയുകയില്ല. നമ്മുടെ ഓരോ ജീവികൾക്കും ഇത്തരത്തിലുള്ള ഓരോ പ്രത്യേകതകൾ നൽകിയിരിക്കുന്നത് അവർക്ക് ഈ കാലാവസ്ഥയും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്, ചിന്തയും. എന്തു ആയിക്കൊള്ളട്ടെ, എനിക്ക് പറയാനുള്ളത് ആന ഉത്സവം എന്ന് പറയുമ്പോൾ അവിടെ ആനയാണല്ലേ, ആന, വെടിക്കെട്ട്, ഇത് രണ്ടും മനുഷ്യർക്ക് അപകടമുള്ള കാര്യമാണെന്ന് മനുഷ്യർക്ക് തന്നെ അറിയാം. എങ്കിലും അതും കൂടെ ഉണ്ടെങ്കിലേ ആ ഉത്സവത്തിനൊരു കൊഴുപ്പ് കൂടത്തുള്ളൂ എന്ന രീതിയിലാണ് കാണുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ ആനയെ കൊണ്ടുവരുന്നത് വലിയൊരു ഉത്സവം നടത്തിയാണ് ആനയെ അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നത്. നല്ല ചിലവാണ്. കൊട്ടും ബഹളവും ഒക്കെ ആയിട്ടാണ് ആനയെ കൊണ്ടുവരുന്നത്. നല്ല രീതിയിൽ ഒരുക്കി അതെന്തൊക്കെയുള്ളൂ, അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന് സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. ഇതൊക്കെ അപകടമാണെങ്കിലും അതൊരു സന്തോഷമായതുകൊണ്ട് ഓരോരുത്തരും അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു. അതൊന്നും നമ്മൾ ഒരിക്കലും മോശമെന്ന് പറയുന്നത് ശരിയല്ല, അല്ലേ? ഓരോരുത്തരുടെയും മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആനയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ മദമിളകുക അല്ലെങ്കിൽ ഈ വിരണ്ടോടുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അറിഞ്ഞത്, നമുക്ക് കുഞ്ഞിലെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുണ്ട് ആനയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇവർക്ക് ശാസ്ത്രീയമായി ഞാൻ പറയുന്നില്ല, അല്ലാതെ ഞാൻ പറയാം. അവർക്ക് നമ്മളിങ്ങനെ ഉത്സവത്തിന് അല്ലെങ്കിൽ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ പെട്ടെന്നായിരിക്കും ആന ഇടയുന്നത്. അപ്പോൾ ആനയുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? ഒരു നിമിഷം താൻ കാട്ടിൽ സ്വൈര്യമായി സ്വസ്ഥമായി നടക്കുന്നു എന്നുള്ളതാണ് തോന്നുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ പഴയൊരറിവാണ്. അവരുടെ ചിന്താഗതി അങ്ങനെ മാറും. അത് ഞാൻ പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. തെറ്റാവാം, ചിലപ്പോൾ ശരിയാവാം. ആനയുടെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എങ്കിലും ഒരു കണ്ടെത്തൽ പോലെ അതിൽ പറഞ്ഞിരുന്ന ഇങ്ങനെയാണ്. ആനയുടെ വിചാരം എന്താണ്? ആനയ്ക്കൊരു ദേഷ്യം വന്ന് ആന ഇടയുന്ന സന്ദർഭത്തിൽ താൻ ചുറ്റുപാടും മറക്കുകയാണ്. ചുറ്റിൽ ആരുണ്ട് എന്നൊന്നും നോക്കുന്നില്ല. പാപ്പാനെ പോലും ഉപദ്രവിക്കുന്നത് തൻ്റെ അടുത്തേക്ക് ഏതൊക്കെയോ ജീവികൾ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള തോന്നലാവാം. പിന്നെ താൻ സ്വതന്ത്രമായിട്ട് കാട്ടിൽ കൂടെ നടക്കുന്നു. ചിലപ്പോൾ ഒരു മനുഷ്യനെ എടുത്തെറിയുന്നത് ഏതെങ്കിലും ഒരു കമ്പോ പോലും അവിടെ കിടന്നത് തനിക്ക് മാർഗതടസ്സമായിട്ട് നിന്നതിനെ എടുത്ത് എറിയുന്നതായിരിക്കാം. അത് പക്ഷേ ഒരു മനുഷ്യനായിരുന്നു. അത് ആനയ്ക്ക് ആ സമയത്ത് തോന്നുകയില്ല. കാരണം അതുകൊണ്ടാണല്ലോ ആ ഒരു സമയത്ത് ആന പാപ്പാനെ പോലും തൻ്റെ അടുത്തേക്ക് വരാൻ സമ്മതിക്കാതെ എല്ലാത്തിനെയും ആട്ടി ഓടിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു രക്ഷയുടെ ഭാഗമായിട്ട് കൂടി ചിന്തിക്കുന്നു. താൻ കാട്ടിലൂടെ സ്വൈര്യമായി നടക്കുന്നു, തൻ്റെ കാലിൽ വള്ളി കുരുങ്ങുന്നു, ആ വള്ളികൾ തട്ടി തെറിപ്പിക്കുന്നു. ചില വലിയ വലിയ മരങ്ങൾ
നിൽക്കുന്നു, അതിനെയൊക്കെ ഒന്ന് തട്ടുന്നു, പിന്നെന്താണ് അതിനെ തല്ലി താഴെ ഇടുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ചിന്തകളാണ് ആനയ്ക്ക് ആ സമയത്ത് തോന്നുക എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. പിന്നെ ശാസ്ത്രീയമായ വശങ്ങളുണ്ട്, അതിനെക്കുറിച്ചും എനിക്കറിയാമെങ്കിലും അത് ഞാൻ പറയുന്നില്ല, അത് വേറൊരു സന്ദർഭത്തിലാവട്ടെ. പിന്നെ ഇതേപോലെ തന്നെയാണ് മനുഷ്യരുടെ അവസ്ഥ. അത് ലഹരി, അത് ഏത് തരത്തിലുള്ള ലഹരിയുമാണ്. ആ സമയത്തും ചുറ്റുപാടുമുള്ളതിനെക്കുറിച്ചോ നമ്മുടെ വേണ്ടപ്പെട്ടതിനെ ആൾക്കാരെക്കുറിച്ചോ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. അവർ വേറെ ഏതോ ഒരു ലോകത്തായി പോകുന്നത് പോലെയാണ്. അവർക്ക് എന്താണ്, ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ല, അല്ലെങ്കിൽ അതിലും എവിടെയോ ആണ് അവരുടെ ചിന്തകളും പ്രവൃത്തികളും അവരെ കൊണ്ടെത്തിക്കുന്നത്. എന്തിനാണല്ലേ നമ്മളുടെ സ്വന്തം ആളുകളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ മാറിപ്പോകുന്നു ആ സമയത്ത്. നമ്മളിതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, എങ്കിലും പറയാനുള്ളത് പറയുക എന്ന രീതിയിൽ പറയുന്നുള്ളൂ. ആന ഉണ്ടാക്കുന്ന അപകടങ്ങൾ, മനുഷ്യനുണ്ടാക്കുന്ന ആന അല്ലെങ്കിൽ മറ്റ് ജീവികൾ, മനുഷ്യരല്ല മറ്റുള്ള ജീവികൾ എന്തൊക്കെയാണ് നമുക്കറിയാം. എന്തുകൊണ്ടാണ് മനുഷ്യർ മറ്റുള്ള ജീവികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? അവയ്ക്ക് വിവേകമില്ല, മനുഷ്യർക്ക് വിവേകം ഉണ്ട് എന്നതുകൊണ്ടാണ് മനുഷ്യരും മൃഗങ്ങളും എന്ന രീതിയിൽ മാറിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, വിവേകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ആരായി മാറി? മനുഷ്യരും മൃഗങ്ങളായി മാറിയില്ലേ? ശരിയല്ലേ?